ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന 35 ലക്ഷത്തിലധികം വരുന്ന തൊഴിലാളികളുടെ മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കണമെന്ന് വാണിജ്യ വ്യവസായ ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ശിവരാജൻ ആവശ്യപ്പെട്ടു. പാലക്കാട് ജില്ലാ വാണിജ്യ വ്യവസായ മസ്ദൂർ സംഘം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. बोलो भारत माता की जय, बोलो भारत माता की जय, बोलो भारत माता की जय, जय जय बीएमएस, जय जय बीएमएस, जय जय बीएमएस, जय जय बीएमएस, जय जय वाणिज्य मजदूर संघ, जय जय वाणिज्य मजदूर संघ, जय जय बीएमएस, जय जय बीएमएस, बोलो भारत माता की जय, बोलो भारत माता की जय, बोलो भारत माता की जय, जय जय बीएमएस, जय जय बीएमएस, जय जय वाणिज्य मजदूर संघ, जय जय वाणिज्य मजदूर संघ, जय जय बीएमएस, जय जय बीएमएस, जय जय भारत माता, जय जय भारत माता. നാളിതുവരെയായിട്ടും ഇടതുപക്ഷ ഗവൺമെന്റ് എന്നറിയപ്പെടുന്ന തൊഴിലാളി ഗവൺമെന്റ് എന്ന് അവകാശപ്പെടുന്ന ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇത് നടപ്പിലാക്കുവാൻ ഇതുവരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഭാരതീയ മസ്ദൂർ സംഘത്തിൽ അഭിനയിറ്റ് ചെയ്തിട്ടുള്ള കേരള വാണിജ്യ മസ്ദൂർ ഫെഡറേഷന്റെ ജില്ലാടിസ്ഥാനത്തിലെ യൂണിയനുകൾ ജില്ലാടിസ്ഥാനത്തിൽ പ്രക്ഷോഭ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ശക്തമായിട്ട് രീതിയിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് നോട്ടീസ് നൽകുകയും ഉടനടി അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിശോധനകൾ നടത്തിക്കൊണ്ട് അടുത്ത ക്യാബിനറ്റിൽ വെച്ച് അത് പാസ്സാക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. നമുക്കറിയാം, ഇനിയിപ്പോൾ ഇലക്ഷൻ വരാൻ പോയാണ്. ഇലക്ഷന് മുമ്പ് എന്തായാലും ക്യാബിനറ്റ് നടക്കുവാൻ സാധ്യതയില്ല. ഇലക്ഷന് മുമ്പ് കേരളത്തിലെ സംഘടിത മേഖലയിൽ പണിയെടുക്കുന്നവരാണെങ്കിൽ തന്നെയും ഇന്ന് വാണിജ്യ വ്യവസായ മേഖല അസംഘടിത മേഖലയിലും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം, ആ മേഖലയിൽ പണിയെടുക്കുന്ന ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ശക്തമായ സമരങ്ങൾക്ക് രൂപം നൽകുവാൻ ഈ സമ്മേളനം നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതുപോലെ നമുക്കറിയാം, കേരളത്തിലെ ചൂഷണ രംഗത്ത് ഏറ്റവും മുൻപന്തിയിരിക്കുന്ന ഒരു വ്യവസായമാണ്. നമുക്കറിയാം, തുണിമിൽ ശാലകളിൽ അല്ലെ തുണിക്കടയിൽ ജോലി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് അവരുടെ മിനിമം വേജസോ ആനുകൂല്യങ്ങളോ നൽകുന്നില്ല. അവരുടെ അവകാശങ്ങൾ നൽകുന്നില്ല. സ്റ്റാറ്റ്യൂട്ടറി ആനുകൂല്യങ്ങൾ നൽകുന്നില്ല. അവരുടെ ന്യായമായ അവകാശങ്ങൾ, ബോണസ് ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ നൽകുവാൻ മാനേജ്മെൻറ്റ് തയ്യാറാവുന്നില്ല. എന്തുകൊണ്ട് മാനേജ്മെൻറ്റ് തയ്യാറാവത്തിൻ്റെ കാരണം നമുക്കറിയാം, കേരളത്തിൽ ഈ വിഭാഗം തൊഴിലാളികൾ ശക്തരാണ്, സംഘടിതരായി മാറുന്നില്ല എന്നുള്ളതാണ് സത്യം. കേരളത്തിലെ തൊഴിലാളി സർക്കാർ എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാട് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് പി പ്രദീപ് അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ സെക്രട്ടറി കെ രാജേഷ്, ടി കുമാരേശൻ, കെ സുരേഷ് കുമാർ, കെ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.